ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എന്നുള്ളത് നമ്മുടെ ദുഃഖാനിലെ ഒരു സ്ഥലത്താണ്. ഹാബിറ്റാസോ അവർ ഹാബിറ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ്, റിസോർട്ടിലാണ്. അവിടെ മാഡത്തും കൂടെ വന്നാണ്. അപ്പോൾ മാഡത്തിനെ വരുന്ന ഇവിടെ ഇറക്കി ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോകണം. അപ്പോൾ തിരിച്ചു പോകുമ്പോഴുള്ള ചില കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ച് ഞാൻ ദോഹയിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മൾ വില്ലേൻ്റെ അവിടെ നിന്ന് അങ്ങനെ മെല്ലാണ്ട് ഇറങ്ങി. നമ്മുടെ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഈ ഇതൊക്കെ ഓരോ സെപ്പറേറ്റ് വില്ലകളാണ്. അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇത് ഒരു കടലിൻ്റെ ഓരത്താണ് ഈ വില്ലകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അറ്റത്താണ് നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ. ഇതുണ്ട് ഓരോ സെപ്പറേറ്റ് വില്ലാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ മാഡത്തിൻ്റെ അഞ്ചത്തെയും മാഡത്തിൻ്റെ മോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലത്തെ വീഡിയോസ് എടുക്കാൻ കഴിയില്ല. പക്ഷേ നല്ല സെറ്റ് വ്യൂവും അതേപോലെ ഒരു സ്വിമ്മിങ് പൂള് അങ്ങനെ കാര്യങ്ങളായിട്ട് ഓപ്പൺ സീ ഫേസ് ആണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വീശുന്ന സ്ഥലമാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റിസപ്ഷൻ. അതേപോലെ തന്നെ ഇവിടെ സഫാരിക്ക് വേണ്ടിയിട്ടുള്ള പിക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെ. പിന്നെ ഈ കാണുന്നതാണ് ഈ റിസോർട്ടിൻ്റെ മെയിൻ കവാടം. റോഡൊക്കെ കണ്ടോ, ആകെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ റോഡാണ്. പക്ഷേ ഇതിൽ നല്ല രസം എന്താ പറഞ്ഞാൽ രണ്ട് സൈഡിലും കണ്ടോ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി സ്ഥലമാണ്. ഒരു മരുഭൂമി പോലെ. പക്ഷെ റോഡ് ഭയങ്കര മോശമാണ്. നമുക്ക് മെല്ലെ പോകാൻ കഴിയൂല. ഏകദേശം നമ്മൾ 54 km/h ഓടാണ് റോഡിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ അതിൻ്റെ ചുറ്റുള്ള ഒരു ഏരിയ ഫോണിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല. പക്ഷേ നല്ല രസമുണ്ട്. ഇതുണ്ട് ചുറ്റും ഇവിടെ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതേപോലെയാണ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ. അടിപൊളിയായിട്ട്. ഇത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി രസമുണ്ട് കാണാൻ. ഫോണിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം രസമുണ്ട് എന്നുള്ളത് അറിയില്ല. ഇത് നമുക്ക് അല്ലാതെ വീഡിയോ എടുക്കാനും കഴിയില്ല. കാരണം എന്താ പറയുക, റോഡും അതിന് മറ്റേ റോഡാണ് പറഞ്ഞ പോലെ. മെല്ലെ പോയി കഴിഞ്ഞാൽ വണ്ടീൻ്റെ പണി തീരും. സ്പീഡ് പോയാലും വണ്ടീൻ്റെ പണി തീരും പറഞ്ഞ പോലെ. പക്ഷെ വെറൈറ്റി എക്സ്പീരിയൻസ്. പക്ക ഓഫ് റോഡ് ടെറയിൽ നമ്മുടെ നിസാം മെട്രോളിലെ പോണ്. പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നിസാം മെട്രോൾ ആദ്യം മണിക്കേണ്ടി വരുന്നുണ്ട്. ഈ കാണുന്നത് ഈ പറഞ്ഞ ഹോട്ടലിലേക്കുള്ള എൻട്രൻസ് ആണ്, കവാടാണ് അതിൻ്റെ. ഇതുണ്ടോ, നമ്മളിപ്പോൾ വന്ന ഹോട്ടലിലേക്ക് റിസോർട്ടിൻ്റെ കവാടാണ്. അതിൻ്റെ ഒരു ഏരിയ ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ. അപ്പോൾ സ്പോർട്സ് ഡേ ആണ്. സ്പോർട്സ് ഡേ ആയിട്ട് നമുക്ക് ലീവില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ലീവുണ്ട്. അതേപോലെ നമ്മളിതാ നാട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കാണ്. പക്ഷേ സ്പോർട്സ് ഡേക്ക് പുറത്തൊന്നും പോയില്ലെങ്കിൽ ഇത് വെറൈറ്റി എക്സ്പീരിയൻസ് ആയി എന്തായാലും. കാരണം ഒരു വെറൈറ്റി സ്ഥലമാണ്, നമ്മൾ ഒന്ന് കാണേണ്ട സ്ഥലമാണ്. അതായത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഫീലാണ്. ഞാനൊക്കെ തള്ളനെ കൂടി നല്ല പോയിൻ്റെ സ്പീഡിലായിരുന്നു. കാരണം എല്ലാം വന്നതിനെ ചാടി ചാടി ഇപ്പോഴൊന്നും എത്തില്ല. 15-16 കിലോമീറ്ററോളം ഇങ്ങനത്തെ റോഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിന് വന്ന് ഇവർക്ക് ഇന്നിവിടെ കയറാൻ കഴിയില്ല. ഒരു 70-80 സ്പീഡിലാണ് വന്നത്. ഇവിടെ എന്തോ എൻട്രി പാസ് എടുക്കാനുള്ള ഇതാ തോന്നുന്നുണ്ട്. ഇവിടെ നമ്മുടെ റിസോർട്ട് മാത്രമല്ല, വേറെയും കുറേ പരിപാടികളുണ്ട്. അതായത് എന്തോ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാ. എന്തോ ഒരു പരിപാടി കൂടി ഉണ്ട്. അതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറാണ് തോന്നുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ടിക്കറ്റ് കൗണ്ടർ എന്നാണ്. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് നല്ല റോഡുകൾ ചെറിയ ഭാഗങ്ങളുണ്ട്. അതായത് ഫുൾ ഏരിയയിലൊന്നും ഇല്ല, കുറച്ച് ഭാഗങ്ങളിൽ. എക്സിറ്റ്, താങ്ക് യു ഫോർ വിസിറ്റ് യുവർ വിസിറ്റ് റാസ് അബ്രോക്ക്. റാസ് അബ്രോക്ക് പറഞ്ഞ ഒരു സാധനം കൂടി ഉണ്ട്. അതൊക്കെ സംഭവം നമുക്കറിയില്ല. കുതിരയൊക്കെ ആയിട്ട് കുതിരയിൽ ആൾക്കാർ പോണ്. മലകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഈ കാണുന്ന റോഡ് നോക്കണ്ട, ഇത് കുറച്ച് നേരത്തിലുള്ള ഈ റോഡ്, അടിപൊളി റോഡ്. ഈ റോഡിൽ മാക്സിമം നമുക്ക് പെട്ടെന്ന് പോവാം. അത് കഴിഞ്ഞാൽ പിന്നെയും കുണ്ടുകുഴിയും എന്ന് പറഞ്ഞ റോഡുകളാണ്. അതേപോലെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഷേക്കിങ് ഉണ്ടാവും. എന്താണ് അതിന് അങ്ങനത്തെ റോഡായി, അതുകൊണ്ടാണ് ഇത്ര ഷേക്കിങ്. മെല്ലെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എത്തൂല. പക്ഷേ സംഭവം അടിപൊളിയായി. നമുക്കിത് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ സെക്രീത്ത് വഴി കൂടെയാണ് നമ്മൾ വന്നത്. അതായത് ദുഃഖാൻ റോഡിൽ പോവുക. എന്നിട്ട് സെക്രീത്ത് ഉണ്ടല്ലോ, സെക്രീത്തിൻ്റെ അവിടെ നിന്ന് ആ ബ്രിഡ്ജ് കയറുക. പിന്നെ ഫുള്ള് സ്ട്രെയിറ്റ് വെച്ചാണ് പിടിച്ചാൽ നമ്മൾ ഈ സ്ഥലത്തെത്തും. നമ്മൾ അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകണം ആക്ച്വലി. കാരണം എന്താ പറയുക, നമ്മൾ മാഡത്തിൽ നിന്ന് വരുമ്പോൾ മാഡം ഉണ്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല.
അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകണം കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകണം. റോഡിൻ്റെ ഒരു അവസ്ഥ കാണണമെങ്കിൽ കണ്ടില്ല, ആ വണ്ടി പോകണുണ്ടോ നമ്മുടെ മുമ്പിൽ പോകണ ജെറ്റോറാണ്. വണ്ടി പൊളിയൊരു ക്ലൈമറ്റായി. നമ്മൾ ശരിക്കും ബാക്ക് നോക്കിയാൽ ഇതേപോലെ ഒരു അവസ്ഥയായിരിക്കും, ഫുള്ള് പൊടി പടലങ്ങളായിട്ട്. അത് നോക്കി കാണണമെന്ന് മിററിൽ കൂടെ കാണണമെന്ന് അറിയില്ല, ചെറുതായിട്ട് ഫുള്ള് പൊടിയായിരിക്കും. അങ്ങനെ എടുത്തിട്ടിട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ. പക്ഷെ അടിപൊളി ഒരു വ്യൂ ആയി. ഇപ്പോൾ ആ സൺസെറ്റ് വരുന്നുണ്ടോ, അടിപൊളി ഒരു സെറ്റ് വ്യൂ ആയി. നമ്മൾ ഏകദേശം അറ്റെത്താനായിക്കണെന്ന് തോന്നുന്നു, നോക്കേണ്ടി വരും. നമ്മൾ ഏകദേശം നമ്മുടെ അറ്റത്ത് എത്തി, അതായത് റോഡ് ടച്ച് ചെയ്ത്. ഇതാ ഈ ഒരു ടേണും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റോഡ് ടച്ച് ചെയ്ത് ഇനി നമുക്ക് നല്ല റോഡിലൂടെ മെല്ലെ അങ്ങോട്ട് പോവാം. പക്ഷെ അടിപൊളി ഒരു സീനായിട്ടോ കാണാൻ, ഒരു രക്ഷയില്ല. അടിപൊളി ഒരു സീനറിയാണ്. ഇവിടെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ റോഡിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഒരുപാട് ആടുകളിലൊക്കെ ഉള്ള ജിംബാക്ക് നമ്മുടെ കൂട്ടത്തിൽ പണിക്കാരുണ്ട്. അപ്പോൾ ആടൊക്കെ ഉണ്ട് അവിടെ, കണ്ട ഫാമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു റോഡിലേക്ക് എത്തി കണ്ടാ റാസ് അബ്രോക്ക് അങ്ങനെ വേണ്ടുള്ള ഒരു സ്ഥലത്താണ്. നിൽക്കൊണ്ട് പണിക്കാര് വീട്ടിലേക്ക് ഫോൺ വിളിക്കാത്തതുകൊണ്ട് അതാണ് അങ്ങനത്തെ ഒരു സൗണ്ട്. ഓള് ഇന്തോനേഷ്യക്കാരിയാണ്. അപ്പം അതിൻ്റെ ഇതാണ്. അപ്പം അങ്ങനെ നമ്മൾ റോഡിലെത്തി, അടിപൊളി റോഡായി. കുറച്ച് നേരം ചാടി എത്തിയപ്പോൾ ഒരു പരിപാടി, ഒരു ലോങ് റണ്ണ് ചാടി വന്നപ്പോൾ ഇവിടെ നമ്മൾ നല്ല റോഡ് എത്തിയപ്പോൾ സമാധാനം. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ബീച്ച് ഉണ്ട്. ആ ബീച്ചിലേക്ക് അവിടത്തേക്കൊന്ന് വണ്ടി അടുപ്പിച്ചിട്ട് അതിലേക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം, എന്നിട്ടൊന്ന് നോക്കാം. ഓക്കെ, റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ, അതൊരു ബീച്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങാം. വഴി കിട്ടിയാൽ അതിൽ കൂടെ ഇറങ്ങിയിട്ടൊന്ന് അടുത്ത് പോയിട്ടൊന്ന് പുറത്തിറങ്ങി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനും നമ്മുടെ കൂട്ടത്തിലുള്ള പണിക്കാരെയും പാടെ അതവിടെ ഒരു ബീച്ചുണ്ട്. നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് ഇവിടെ ഒരുപാട് ഫാമിലികൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്യാമ്പ് അടിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് മാറിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. ബാക്കിൽ നോക്കണ്ട, അത് ഉണ്ടാവും ആ നോയ്സ്. നമ്മുടെ കൂട്ടത്തിൽ വന്ന പണിക്കാരെയാണ്. എന്നാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാം, 2 മിനിറ്റ് നിന്നിട്ട് നിന്ന് നോക്കാം. അവിടെ ഒരുപാട് പേര് ക്യാമ്പ് അടിക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി സ്ഥലമാണ്, നമുക്ക് ക്യാമ്പ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. എവിടെയെങ്കിലും സൈഡാക്കാം. വണ്ടി വരുന്നുണ്ടോ ഇല്ല, അതുകൊണ്ട് ഒരുപാട് ടീമുകൾ ഇവിടെ ക്യാമ്പ് അടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കടല്. ഈ കടലിലാണ്. കുറച്ചങ്ങോട്ട് ഇറങ്ങി പോയാൽ ചിലപ്പോൾ വണ്ടി ഇറങ്ങും, അതുകൊണ്ട് പിന്നെ നമ്മളങ്ങോട്ട് ഇറങ്ങണില്ല. പക്ഷെ ഇവിടെ ഒരുപാട് പേര് കണ്ടോ ക്യാമ്പ് അടിക്കുന്നത്. നല്ല ചൂടാൻ പറ്റിയ ഏരിയ ആണ്. ഒരു വട്ടം നമുക്ക് ചക്കന്മാരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇന്നൊക്കെ ഇത്ര മതി. എന്തായാലും നമ്മുടെ വ്ളോഗ് ഇവിടെ ഒന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നലെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല, ഇന്നിപ്പോൾ തിരക്കിനിടയിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസുമായി വേണ്ടി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.